ഹലോ ഫ്രണ്ട്സ്, IkkuPonnas ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിന് ആവശ്യമായ ചേരുവകൾ എന്ന് പറയുന്നത് 2 കപ്പ് തേങ്ങ, 2 ഗ്രാമ്പു, 2 ഏലക്ക, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കാം, പെരിഞ്ചീരകം 1/2 ടേബിൾ സ്പൂൺ. ഇത്രയും നല്ലതുപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇതെല്ലാം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വയ്ക്കുക. കുക്കർ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ആണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. എണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടുക് പൊട്ടിക്കരുത്. പലർക്കും അബദ്ധം പറ്റുന്ന കാര്യമാണിത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലേക്ക് സവാള, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് മൂപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുത്തരിയാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് തേങ്ങാച്ചോറിന്. രണ്ട് ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. സാധാരണ രീതിയിൽ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓരോ അരിയുടെയും വേവ് അനുസരിച്ചാണ് ഇത് ചേർക്കേണ്ടത്. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് വിസിൽ മതിയാകും. ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാച്ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയും പപ്പടവും ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.